ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സനൈറ്റ്സ് വ്ലോഗ്. ഇന്ന് നമ്മുടെ പാലക്കാടുള്ള സർറിയൽ ആർട്ടിഫിഷ്യൽ വാട്ടർഫാൾസിൻ്റെ എക്സിബിഷനുമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആണ്. പിന്നെ ഷോർട്ട് വീഡിയോ ആയിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു വെക്കണം കേട്ടോ. അങ്ങനെ നമ്മളവിടെ എത്തി നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അവിടെ ആണെങ്കിൽ ഫുൾ തിരക്കാണ്, ഇന്ന് ഞായറാഴ്ചയാണ്. ഒക്കെ ഫുൾ ക്യൂ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ തന്നെ നമുക്ക് കുറേ നേരം അവിടെ നിൽക്കേണ്ടി വന്നു. പിന്നെ കുറേ നേരം ക്യൂ ഒക്കെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി. വെക്കേഷൻ ആയതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ ഫ്രണ്ട്സ് ഇത്രയും തിരക്ക്. നമ്മൾ ഉള്ളിൽ കയറി നമുക്കിങ്ങനെ ഒരു ഗാർഡനൊക്കെ പോലെ കാണാൻ പറ്റുന്നുണ്ടോ. പിന്നെ കുറേ ഇൻസെക്ട്സും കുറേ ലൈറ്റും പൂക്കളൊക്കെ ആയിട്ട് നല്ല രസമാണ്. കുറേ തുമ്പി, നമ്മുടെ ബട്ടർഫ്ലൈസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു അവതാറിൻ്റെ ഫീലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അവിടെയൊക്കെ ഫുൾ പാട്ടും ലൈറ്റും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ കുറേ അവിടെ ഇൻസെക്ട്സ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ തേനീച്ച, അതിനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഈ തേനീച്ചയൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. അതുപോലെ തന്നെ ഈ പുൽച്ചാട്ടിൻ്റെ കണ്ടോ ഗൈസ്, നല്ല രസമില്ല. എനിക്ക് ഇതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടതിൽ. അതിനൊക്കെ നല്ല ഭംഗിയുണ്ട്. എൻ്റെ അമ്മായിക്ക് അത് തൊടാനൊക്കെ നോക്കുന്നുണ്ട്. ഇച്ചു അത് കണ്ടിട്ട് എനിക്ക് തൊടണം പറഞ്ഞിട്ട് നോക്കി ഇങ്ങോട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. പക്ഷെ നമുക്കത് എത്തില്ല ഗൈസ്, കുറച്ച് ദൂരെയായിട്ടാണ് അതുള്ളത്. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് എത്തി. പുറത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ കുറേ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ട് ഒരു സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ അത് ശരിക്കുള്ള പൂവൊന്നുമല്ല കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയതുമാണ് ഗൈസ് നമുക്ക് ഈ സർറിയൽ വാട്ടർഫോൾസ് കാണാൻ പറ്റുന്നത്. ശരിക്കും കാണാൻ നമ്മുടെ ശരിക്കത്തെ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണുമ്പോൾ ഉണ്ടാവില്ലേ ഒരു ഫീല്, അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. ശരിക്കും അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഫുൾ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. ഫുൾ DJ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണുള്ളത്. ഇവിടെ പിന്നെ ഫുൾ തിരക്കാണ് കേട്ടോ. എല്ലാവരും ഇവിടെ ഡാൻസ് കളിച്ച് വൈബ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ കുറേ ലൈറ്റൊക്കെ ഇട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഇരുട്ട് വരാത്തതുകൊണ്ട് അതിൻ്റെ ശരിക്കത്തെ ഭംഗി അറിയണില്ല. കുറച്ചും കൂടി നമുക്ക് ഇരുട്ടി വന്നാൽ അതിൻ്റെ ശരിക്കത്തെ ഭംഗി അറിയിട്ടോ ലൈറ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞങ്ങളൊക്കെ അവിടേക്ക് പോകാൻ നിൽക്കുകയാണ്. പക്ഷെ അവിടെ ഫുൾ തിരക്കാണ് ഗൈസ്. ഇങ്ങനെ ഇച്ചൊക്കെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെ ഓടിപ്പോയിട്ടോ. ഉച്ചയൊക്കെ അവിടെ ഫുൾ കളിയാണ് കേട്ടോ. നമ്മളൊന്നും നോക്കണില്ല, എൻ്റെ കൈ പിടിച്ചിരിക്കുകയാണ്. ഇല്ലെങ്കിൽ അവൻ അങ്ങനെ ഉരുതി വീഴും കേട്ടോ. അവനിങ്ങനെ നമ്മുടെ ഒരു സ്ലൈഡ് പോലെയില്ലേ, ഉച്ചയൊക്കെ അതിൻ്റെ മേലെ കയറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇച്ചുവിനെ കാണാനില്ല കേട്ടോ. പെട്ടെന്ന് നോക്കണം, അവിടെ താഴെ ഇരിക്കണത് ഗൈസ്. അവൻ ഫുള്ളും നനഞ്ഞ്, അവൻ്റെ തലയൊക്കെ നനഞ്ഞിരിക്കണ്. പക്ഷെ അവിടെ നമുക്ക് നിൽക്കുമ്പോൾ ഈ പാട്ടൊക്കെ കേട്ട് തന്നാൽ തന്നെ നമ്മൾ ഡാൻസൊക്കെ കളിക്കും കേട്ടോ. അങ്ങനെയാണ്, നല്ല രസമാണ്. ഉമ്മയും അമ്മായൊക്കെ അവിടെ നിന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് അങ്ങ് വള്ളത്തിലൊന്നും ഇറങ്ങാൻ നിന്ന് കേട്ടോ. കാരണം ഞാൻ ഷൂ ഇട്ടിട്ട് വന്നു ഗൈസ്. ഞാൻ മറന്നു ഇവിടെ കയറുമ്പോൾ ഷൂ ഒന്നും ഇട്ട് തരാൻ പറ്റില്ലാന്ന്. ഞാൻ ഷൂ ഒക്കെ ഇട്ട് വന്നതുകൊണ്ട് അങ്ങനെ കളിച്ചൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ഇവിടേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ വള്ളത്തിൽ കളിക്കാൻ പറ്റുന്ന പോലെ ഏകദേശം അങ്ങനത്തെ ഡ്രസ്സും പിന്നെ ഷൂ ഒക്കെ ഇടാണ്ട് വരാൻ നോക്കാം കേട്ടോ. ഇന്നും കുറച്ച് ഇരുട്ടി വന്നു. അപ്പോഴാണ് ഗൈസ് ഇവിടെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ശരിക്കും ഭംഗി അറിയണത്. നല്ല രസം കേട്ടോ, ലൈറ്റൊക്കെ ഇട്ട് മുഴുവനും കാണാനായിട്ട്. നമ്മളാണെങ്കിൽ അവിടെ നിന്ന് സമയം പോണതേ മനസ്സിലാവില്ല ഗൈസ്. നല്ല രസമാണ്. അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇത്ര പെട്ടെന്ന് ഇത്രയും സമയമായോ തോന്നും. അങ്ങനെ രസമാണ്. ഉമ്മച്ചൊക്കെ അവിടെ തിരക്കിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉമ്മച്ചിനെയൊക്കെ സൂമായി കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ ഇലയും ലീവ്സോ കാര്യങ്ങളൊക്കെ വെച്ച് ഒരു എലിഫൻറ്റും കുറച്ച് മാഞ്ഞൂർ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇച്ചാണെങ്കിൽ അതിൻ്റെ മേലെ കയറണം പറഞ്ഞിട്ട് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തൊട്ടന്നെ ആയിട്ടാണ് ഈ റോബോട്ടിക് ഡോഗ് ഷോ ഉള്ളത്. മറ്റേ നമ്മുടെ ബിഗ് ബോസിലൊക്കെ കണ്ടിട്ടില്ലേ, സ്പൈക്ക് കൂട്ടൻ, അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഷോ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് കുറച്ച് നേരം കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടായിട്ടാണ് ഗൈസ് ഈ DJ അമ്യൂസ്മെൻറ്റ്സ് പറഞ്ഞിട്ട് ഒരു ചെറിയ വെള്ളച്ചാട്ടം. ഇതിൻ്റെ അവിടെ ആയിട്ട് ഒരു ഷിപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ചെറുത്. അതിലൊക്കെ കയറി നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. അവിടുത്തെ ഒരു വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. പക്ഷെ ഞങ്ങളൊന്നും അതിൽ കയറിയില്ല. നല്ല തിരക്കായതുകൊണ്ട് കുറച്ച് നേരം നിൽക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് നമ്മൾ അതിൽ കയറാനൊന്നും പോയില്ല. ഈ DJ അമ്യൂസ്മെൻറ്റ് പറഞ്ഞിട്ട് ഈ വെള്ളം കണ്ടോ, അതിൽ നമുക്ക് കളിക്കാനൊന്നും പറ്റില്ല കേട്ടോ. പക്ഷേ അതിൻ്റെ മേലെ ഇവിടേക്ക് ഇങ്ങനെ കയറി നിന്നാൽ മതി ഗൈസ്. നല്ല രസമാണ്. കാരണം ആ വള്ളത്തിൻ്റെ ഈ ചാറ്റിലൊക്കെ നമ്മുടെ മേലെ വന്ന് ഇങ്ങനെ വീഴും കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ള് നനഞ്ഞ് കിട്ടും. ശരിക്കും ഇതാണ് രസം. ആ സെറിയൽ വാട്ടർഫോൾസിൽ നമ്മൾ കളിക്കുന്നത് അതാണ് രസം ചോദിച്ചാൽ ശരിക്കും ഒന്നും മാത്രം പറയാൻ പറ്റില്ല കേട്ടോ. രണ്ടും നല്ല ഭംഗി രസമാണ്. അവിടെ നിന്നപ്പോൾ തന്നെ നല്ല ഇങ്ങനെ തണുപ്പൊക്കെ ആയിട്ട് ഈ ചാറ്റിലൊക്കെ വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങാനേ തോന്നില്ല ഗൈസ്. നല്ല രസമാണ്. അവിടെ
കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ നിന്നു കേട്ടോ. പിന്നെ അവിടെ നിന്നുള്ള ആ ഒരു മൊത്തത്തിലുള്ള വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ രാത്രി ആയപ്പോൾ ലൈറ്റ് ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം നിന്ന് നമ്മൾ റൈഡ്സൊക്കെ ഉള്ള സ്ഥലത്തേക്ക് ഇപ്പോൾ പോകാൻ കേട്ടോ. വഴിയിലായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അങ്ങനെ കുറേ ഷോപ്സൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ റൈഡ്സ് ഉള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടോ. അവിടെ ഇതേപോലെ തന്നെ ഫുൾ തിരക്കാണ് കേട്ടോ. അവിടെ എത്തി നമുക്ക് ഫുൾ കൺഫ്യൂഷൻ ആവും ഗൈസ്. ഇത്രയും റൈഡ് കാണുമ്പോൾ ഏത് റൈഡിൽ കാണുന്നുണ്ടാവില്ല, എല്ലാ റൈഡിലും നമുക്ക് കാണാൻ തോന്നും. നമുക്ക് ഏതെങ്കിലും റൈഡിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ കുറേ സമയം നിൽക്കേണ്ടി വരും ഗൈസ്, അത്ര തിരക്കുണ്ട്. നമുക്ക് അവിടെ എത്തിയതും വിശന്നു കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് പോപ്കോണും പിന്നെ കോളിഫ്ലവർ ഒക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇച്ചനെ കൊണ്ട് ഏത് റൈഡിലാണ് കയറേണ്ട വെച്ചപ്പോൾ അവൻ ആദ്യം തന്നെ ഈ ജമ്പിങ് ചെയ്യണ ഈ ഒരു സാധനത്തിൽ കയറി കേട്ടോ. പിന്നെ അതിൽ കയറി ഫുൾ ചാട്ടാണ് ഗൈസ്. പിന്നെ അതിന് ഇറങ്ങിയിട്ടില്ല, അവൻ കുറേ നേരം അതിൽ തന്നെ കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാനൊരു റൈഡിൽ കയറാൻ വേണ്ടി നിൽക്കാൻ ആ ടിക്കറ്റൊക്കെ എടുത്തപ്പോൾ കയറാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല തിരക്കുണ്ട്. ഒരു സമയം നിൽക്കേണ്ട വന്നവിടെ. അങ്ങനെ കുറേ സമയത്തിന് ശേഷം ഞാൻ അവിടെ റൈഡിൽ കയറി കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, മറ്റേ ജെയിൻറ്റ് വീലില്ലേ കറങ്ങണ സാധനം, അതിലും ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് ഉമ്മച്ചി വീട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇച്ച കളിക്കണടിക്ക് വന്നു. ഇച്ചാണെങ്കിൽ ഇപ്പോഴും അവിടെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുൾ അതിൽ കളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ കളിക്കാൻ. അങ്ങനെ അതൊക്കെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ പോയി. എനിക്ക് മാത്രം ഫുഡ് വന്നില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിൽ പോയി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ വരാം. ബൈ ബൈ.